നടന്നുകൊണ്ടാണ് കുഞ്ഞു മരിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടി ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ടി ഫാമിലി തന്നെയാണ് അവരുടെ ആ ഒരു വിഷമം പങ്കുവെച്ചിരിക്കുന്നത്. എന്തായാലും ഞാനൊന്ന് വായിച്ചു തരാം. ഷെമി പ്രസവിച്ചു, പെൺകുട്ടിയാണ്, അപ്പോൾ തന്നെ മരിച്ചു, എല്ലാവരും ദുആ ചെയ്യണം. വളരെ വിഷമകരമായിട്ടുള്ള വാർത്ത തന്നെയാണിത്. എല്ലാവർക്കും അറിയാം ഷെമി പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. അതെല്ലാവരും ചർച്ചയാക്കിയ വിഷയം തന്നെയാണ്. ടി ഫാമിലിയില് ഷെമി പ്രഗ്നന്റ് ആയ വിവരം അറിയാത്ത ആളുകൾ കുറവായിരിക്കും. കാരണം കുറച്ചു ദിവസങ്ങളായി ഇവരുടെ വ്ലോഗുകൾ മുഴുവനും പ്രഗ്നൻസി റിലേറ്റഡ് ആയിരുന്നു. മാത്രവുമല്ല, ഷെമിക്ക് കുറച്ച് പ്രായമായതുകൊണ്ട് തന്നെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരാകാംക്ഷയോടുകൂടി കണ്ടിരുന്ന ഗർഭകാലമായിരുന്നു ഷെമിയുടേത്. എന്തായാലും കുഞ്ഞു മരിച്ചു എന്നുള്ള വാർത്ത തന്നെ വളരെ വേദനാജനകമാണ്. ഷെമിക്കും ഷെഫിക്കും ഈ വിഷമഘട്ടത്തിൽ മനസ്സിന് ധൈര്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പും വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻസിയെ കുറിച്ചൊക്കെ, ഷെമിയുടെ പ്രഗ്നൻസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ കൂടെ നിൽക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. പ്രത്യേകിച്ച് ഈ കുഞ്ഞു മരിച്ചുപോയി എന്ന വാർത്ത കേട്ടപ്പോൾ പല രീതിയിലാണ് ആളുകൾ കമന്റ് ചെയ്തത്. ആ കമന്റുകളെ കുറിച്ച് എന്തായാലും സംസാരിക്കണം. അതുപോലെ തന്നെ കുഞ്ഞു മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, അതായത് ഷെമി ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് ഈ ഷെഫിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയമാണ്. ഇൻസ്റ്റഗ്രാമിൽ കുഞ്ഞിന്റെ മരണവാർത്ത അറിയിച്ച ഫോട്ടോയ്ക്ക് താഴെ 2 days ago എന്നാണ് അതിന്റെ ടൈം ആയിട്ട് കാണിക്കുന്നത്. ഞാൻ ആ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. എന്നാൽ യൂട്യൂബിലാണെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയം കാണിക്കുന്നത് 1 day ago ആണ്. ആ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കുഞ്ഞു മരിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ യൂട്യൂബിൽ ഇവരെ അപ്ലോഡ് ചെയ്തത്. ചിലപ്പോൾ കുഞ്ഞു മരിക്കുന്നതിന് മുന്നേയോ അപ്ലോഡ് ചെയ്യുന്നതാവാം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. ചിലപ്പോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്ത ആ ഒരു ടൈമിന്റെ വ്യത്യസ്തത കൊണ്ടാവാം. എന്തായാലും ആ ഒരു വീഡിയോയിൽ എവിടെയും കുഞ്ഞു മരിച്ചതായിട്ട് പറയുന്നില്ല. അതായത് കുഞ്ഞു മരിക്കുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണെന്ന് അർത്ഥം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവരത് യൂട്യൂബിൽ ഇട്ടു. ഞാൻ തെറ്റ് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ കുഞ്ഞു മരിച്ചുപോയി എന്ന ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റ് ഞാൻ വായിച്ചു തരാം. ഇങ്ങനെ ഒരു ഫോട്ടോ എടുപ്പിച്ച് പോസ്റ്റ് ചെയ്തത് വളരെ മോശമാണെന്ന്, പരമവിഡ്ഢികൾ കഷ്ടം എന്നാണത്. അപ്പോ ഈ കമന്റിൽ പറഞ്ഞത് ശരിക്കുമുള്ള കാര്യം തന്നെയാണ്. ഈ കുഞ്ഞു മരിച്ച സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഇടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫോട്ടോ അടക്കം എടുത്ത് പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോശമാണ്. ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ അങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞു മരിച്ച എക്സ്ട്രീം ഒരു ലെവൽ, ആ ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ രീതിയിൽ എഴുതിയിട്ടാ പോരായിരുന്നു. എനിക്കറിയില്ല എന്താ സംഭവം. ഓരോരുത്തർക്കും ഓരോ മെന്റാലിറ്റി ആണല്ലോ. അപ്പൊ എന്തായാലും അടുത്ത കമന്റ് നോക്കാം. ഇന്നാലില്ല, പടച്ചവൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാക്കട്ടെ ആ കുഞ്ഞിനെ. കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ. പടച്ചവൻ തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക. കോപ്രായം കുറച്ച് കൂടിപ്പോയി. പിന്നെ അടുത്ത കമന്റ് എന്ന് പറഞ്ഞാൽ, നിന്റെയൊക്കെ കളി എന്തായിരുന്നു ഡാ മോനെ, എല്ലാം പടച്ചവൻ കാണുന്നുണ്ട്. കുറച്ച് കാശിന് വേണ്ടി എന്തെല്ലാം കാണിച്ചു നീ. പടച്ചവൻ തന്നതാണ്. കുഞ്ഞു മരിച്ചതിൽ സങ്കടമുണ്ട്. ബട്ട് നിന്റെ അഹങ്കാരത്തിന് പടച്ചവൻ തന്ന ശിക്ഷ ആണ് ഇത്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. അടുത്തത്, നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പറയാതിരിക്കാൻ വയ്യ, കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്ക് ലോകത്ത് ആർക്കെങ്കിലും ഗർഭമില്ലാത്ത പോലെ ആയിരുന്നു കാട്ടിക്കൂട്ടലുകൾ. അത് കറക്റ്റ് ആണ്. ഈ കമന്റുകളൊക്കെ ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. അഹങ്കാരം കൂടുതലായിരുന്നു, ലോകത്ത് ആരും ഗർഭിണിയാകാത്ത പോലെയാണ് കാട്ടിക്കൂട്ടലുകളൊക്കെ. അതൊക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കമന്റുകൾ ചെയ്യരുതായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികൾക്ക് പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ തിന്നുന്നതും തൂർന്നതും ഒക്കെ കണ്ടന്റ് ആക്കി അവതരിപ്പിക്കലാണല്ലോ അവരുടെ പണി. ഗർഭകാലം എന്ന് പറഞ്ഞാൽ തന്നെ ഇവർക്ക് ഒരു 10 മാസത്തെ അല്ലെങ്കിൽ 9 മാസത്തെ ഒരു ചാകര തന്നെയാണ്. എന്തായാലും അവർക്കെതിരെ നമ്മളും തോളാറുണ്ട്. ഇവരുടെ കാട്ടിക്കൂട്ടലുകൾക്കെതിരെ നമ്മൾ സംസാരിക്കാറുമുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യമല്ല ഇപ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോപ്രായങ്ങൾ കാണിച്ച് നടന്നുകൊണ്ടാണ് കുഞ്ഞു മരിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയുന്നത് കേട്ടാൽ ആ പറഞ്ഞ ആൾ അത്രയ്ക്കും അതംപതിച്ചു എന്ന് വേണം പറയാൻ. എന്ത് കാര്യമാണെങ്കിലും അത് പറയാനും ഇതൊക്കെ അതിൻ്റെതായ ഒരു സമയവും കാലമൊക്കെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് വിമർശിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ആ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് എടുത്തതിൽ അതിൽ നമുക്ക് വിമർശിക്കാൻ പറ്റും. പക്ഷെ കുഞ്ഞു മരിച്ചതിന്റെ കാര്യത്തിൽ നിങ്ങൾ അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ വീഡിയോ ചെയ്തതിനെ നിങ്ങൾക്ക് വിമർശിക്കാം. നിങ്ങളുടെ അഹങ്കാരം കാരണമാണ് കുഞ്ഞു മരിച്ചതെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്. ഇവിടെ എത്രയോ കുഞ്ഞുങ്ങൾ പ്രസവത്തിന് മുമ്പ് ശേഷവും ഒക്കെ മരിച്ചു പോകുന്നുണ്ട്. അതൊക്കെ അവരുടെ മാതാപിതാക്കൾ ബ്ലോഗ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ ഒന്നുമല്ല. സോ അതൊന്ന് മനസ്സിലാക്കുക. അടുത്ത കമന്റ് വായിച്ചു നോക്കാം. വെറുതെ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഈ പ്രായത്തിൽ ആ പണിക്ക് പോയി കിളവി. പാവം കുഞ്ഞ്, അതെന്ത് ചെയ്തു? ഇളക്ക് അറിയൂലേ തള്ളേ? 35-40 ഒക്കെ കഴിഞ്ഞ പ്രഗ്നൻസി ഭയങ്കര റിസ്ക് ആണെന്ന്. എന്നിട്ടും ഛേ എന്ന് ഒരു കമന്റ്.
ഏതോ ഫേക്ക് ഐഡിയ ആണിത്. എന്തോ ഒരു മോശമാണല്ലേ ഈ സംസാരിക്കുന്നത്. ഒന്നും പറയുന്നില്ല. എനിക്ക് കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ പ്രായത്തിൽ ഈ പണിക്ക് പോയതെന്ന്. കിളവി എന്നൊക്കെയാണ് ഷെമീനെ വിളിക്കുന്നത്. കുഞ്ഞ് മരിച്ചതിന്റെ കുറ്റം മുഴുവൻ ഷെമിയുടേതാണെന്നാണ് ഇതിൽ പറയുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ ഗർഭവും പ്രസവവും ഒക്കെ റിസ്ക് തന്നെയാണ്. ശരിയാണ്, ഈ ഏജ് കൂടുതലുള്ള പ്രഗ്നൻസിക്ക് കുറെ റിസ്ക് ഒക്കെ ഉണ്ട്. എന്തായാലും ഈ പ്രസവം എന്ന് പറയുന്നത് വയസ്സ് കൂടിയവര് പ്രസവിക്കാറില്ലേ? അതൊന്നും ആദ്യത്തെ സംഭവമല്ലല്ലോ. ഇതിലൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ഈ പ്രായത്തിൽ പ്രഗ്നൻസി ആയത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. എന്തോ പിന്നെ അതിനകത്ത് പറയുന്നത് നിന്റെ കഴുപ്പ് കാരണമാണ് കുഞ്ഞു മരിച്ചതെന്നൊക്കെ പറയുന്ന ആ ഒരു ഭയങ്കര മോശമാണ്. എന്തായാലും അടുത്ത കമന്റ് വായിച്ചു നോക്കാം. സാരമില്ല പോട്ടെ, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. ഗർഭകാലം മുഴുവൻ നിങ്ങൾക്കൊരു കണ്ടന്റ് ആയിരുന്നു, ഇപ്പൊ അതിന്റെ മരണവും. ഓക്കെ, ഗർഭകാലം കണ്ടാക്കിയത് അതൊരു നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. അതല്ല, ഇവര് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സ് ഉണ്ട്. എല്ലാവരും ഗർഭകാലം കണ്ടന്റ് ആക്കുന്നത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നതാണ് നല്ലത്. പലരും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് ഈ മരണവും കണ്ടന്റ് ആക്കുന്നു എന്നത്. അതിന് പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, പിന്നെ ഫോട്ടോ ഒക്കെ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ ആരെയാണെങ്കിലും പറഞ്ഞു പോകും. എന്തായാലും ഇവരുടെ യൂട്യൂബ് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ഗൈസ്, പിന്നെ ഞാൻ എന്താക്കുന്ന ഇപ്പൊ ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പൊ വൈകുന്നേരം ആയ സമയത്ത് ഇപ്പം പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ്. നമ്മൾ 2 ദിവസം മുമ്പ്, 15 ദിവസം മുമ്പ് നമ്മൾ ടെസ്റ്റിന് കൊടുത്തിരുന്നല്ലോ. സ്കാനിങ് 5ാമത്തെ സ്കാനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുത്തിരുന്നു. അപ്പം അതിന്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ ടൈം എത്രയെന്ന് ചെയ്യാൽ നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവർ വിളിച്ചത്, അർജന്റായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. 5:30 ഇപ്പോൾ കണ്ടില്ലതാ, 5:30 ആയിക്കാൻ. അപ്പം പിന്നെ ഒരു വിളിച്ച സമയത്ത് അത്ര ഒരു നല്ലൊരു റിസൾട്ട് ആവാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ പിന്നെ ഷെമിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഞാൻ വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും വീഡിയോ എടുക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. കുഞ്ഞിന്റെ കണ്ടീഷൻ സീരിയസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് പോലുമാണ് ഈ ഒരു വീഡിയോയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ അപാര മനക്കെട്ട് തന്നെ. ഇപ്പൊ ചിലപ്പം ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടായതുകൊണ്ടാവാം, ചിലപ്പോൾ എല്ലാം അവരെ അറിയിക്കണമെന്ന് വിചാരിച്ചാവാം. എന്തോ എനിക്കറിയില്ല, ബാക്കിയും കൂടെ കണ്ടുനോക്കാം. ചെറിയൊരു പ്രശ്നം ഉള്ളത് പോലാണ് ഓരോ സംസാരത്തിലേക്ക് മനസ്സിലായത്. ഇപ്പൊ ഞാൻ എന്താക്കുന്ന, ഷെമിനെ അവിടെ ഇറക്കി. പിന്നെ ഓല് പറഞ്ഞ ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യും, ഡോക്ടർ ചെറിയ പരിപാടിയിലാന്ന് പറഞ്ഞ സമയത്ത് ഏതായാലും ഞാൻ കാറ് പാർക്ക് ചെയ്യുമാണ്. കാർ അവിടെ ഇട്ടേന്. അപ്പൊ പാർക്കിങ്ങിലേക്ക് വന്നപ്പം ഏതായാലും എന്നാ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കട്ടെ. പിന്നെ നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും സത്യം പറയുകയാണെങ്കിൽ അത് നേരിടാനുള്ള ആ ഒരു ചങ്കുറപ്പും ആ ഒരു ടൈമിന് നമുക്ക് പഠിച്ചോ തരും എനിക്ക് അറിയാം. അപ്പം അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് നമുക്ക്. എന്തും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് അത് നെഗറ്റീവ് ആലോചിച്ചിട്ടല്ലല്ലോ നമ്മൾ പോവുക. പോസിറ്റീവ്, എന്ത് നെഗറ്റീവിലും നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് കണ്ടിട്ടാണല്ലോ നമ്മൾ ഇതിലേക്കും പോവുക. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും രീതിയിൽ നല്ലൊരു റിസൾട്ട് ആവണേ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ വിചാരിച്ച ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഏതായാലും നിൽക്കുന്നത്. പിന്നെ ഏതായാലും ഇപ്പോൾ നിങ്ങളടുത്ത് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. കാരണം നിങ്ങൾക്ക് പ്രാർത്ഥന സത്യം പറയുകയാണെങ്കിൽ ഞാനായാലും ഷെമിയായാലും നമുക്ക് ഷെമിക്കൊക്കെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ ചിലപ്പം ഞങ്ങൾ കുറച്ചെങ്കിലും സന്തോഷം കിട്ടണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ച് ആൾക്കാർ നമ്മളെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി എന്താ പറയുക അത്രയും സ്നേഹം തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നല്ല കാര്യം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും കാലം നല്ല രീതിയിൽ പോയത് എന്നാണ് ഷെഫി വിശ്വസിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസവുമാണ്. പക്ഷെ ഷെഫി, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വിശ്വാസത്തെ പൂർണ്ണമായി മാനിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുക. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളും നമുക്ക് വേണ്ടപ്പെട്ടവരും പ്രാർത്ഥിക്കുന്നതിനോളം വരില്ല. അതിപ്പോ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ കാര്യം നമ്മൾ ഉള്ളിൽ തട്ടി പറയുന്നത് പോലെ വേറെ ആര് പറഞ്ഞാലും വരില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം അതിലൂടെ കിട്ടുമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ബാക്കിയും കൂടെ കേട്ടോക്കാം. അപ്പൊ ഏതായാലും ഞങ്ങള് പിന്നെ റിസൾട്ട് ഒക്കെ കാണിച്ച് റിസൾട്ട് കണ്ടുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ട് എന്നാണ് വിളിച്ചെന്നാന്ന് പറഞ്ഞില്ല. അപ്പൊ ഏതായാലും സത്യത്തില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് തവണ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിരിക്കണേ. അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റേം കൊണ്ട് ഇപ്പോൾ ടൈം 8:30 അങ്ങനെ ഞങ്ങളൊന്നും കഴിച്ചില്ല, ആകെ വെള്ളം കുടിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി. പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി കുറേ ഇന്ന് ഭയങ്കരമായി തിരക്കുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ
അതും നോക്കണം. അപ്പൊ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്തെന്നാണ് ഒന്നുകൂടി. അപ്പോൾ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാണിക്കാം. പിന്നെ റിസൾട്ട് ഉള്ളത് ആർക്കും ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ, റിസൾട്ടിൽ എന്താണോ വന്നത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷ സത്യത്തിൽ അസ്തമിച്ചെന്ന് തന്നെ പറയാം. പക്ഷെ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് ഇപ്പോൾ ഷെമി ലേബർ റൂമിന്റെ അടുത്താണുള്ളത്. അപ്പൊ ഞാൻ ഫൈനലായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ചോദിക്കും. പിന്നെ ഞങ്ങളിപ്പോൾ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാം റിസൾട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും 1-2 ആൾക്കാരുടെ അടുത്ത് പോകുന്ന സമയത്ത് അതിൽ അങ്ങനെയൊക്കെ കേൾക്കലുണ്ട്. പക്ഷെ റിസൾട്ടിൽ 100% കാണുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനൊക്കെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മല്ലാണ്ട്. സത്യം പറയുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആവശ്യം പറയുക, ബേബിനെ കിട്ടും അങ്ങനെ പറയുള്ളൂ. ആവശ്യം കരച്ചിൽ വരെ മാറ്റല്, ബേബി കാണുന്ന പറയുമ്പോഴാണ് കരച്ചിൽ വരെ മാറ്റല്. അപ്പൊ ആവശ്യനോട് എന്ത് പറയുന്നുള്ളൂ, ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനിയിപ്പോ ഒന്നും സത്യത്തിൽ എന്റെ പ്രതീക്ഷ ഏകദേശം ആ എന്നെ വിളിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ എന്റെ പ്രതീക്ഷ ഏകദേശം ഇതായിരിക്കണം. പക്ഷെ ഈ റിസൾട്ട് കൂടി കണ്ടപ്പം 100 തന്നെ പറയാ. മിക്ക സ്ഥലത്തും ഭാര്യമാരെ പ്രസവ റൂമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ, അതായത് ലേബർ റൂമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്കൊക്കെ ഭയങ്കര ആദ്യമായിരിക്കും. നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റില്ല, അത്രയും ടെൻഷനായിരിക്കും. ഇപ്പൊ നോർമലി പ്രസവമാണെങ്കിലും ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാലാണെങ്കിലും ആ ഒരു പ്രസവം കഴിയുന്നത് വരെ ഒടുക്കത്തെ ടെൻഷനായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കുഞ്ഞിനെ കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായ സ്ഥിതിക്ക് ആ ഒരു സമയത്താണ് ഷെഫി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഒരാളെ കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ഷെഫിയുടെ പക്വതക്കുറവ് കൊണ്ട് സംഭവിച്ചതായിരിക്കാം. എന്തായാലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സ്നേഹത്തോടെ ഷെഫിയോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ള, ഇനിയെങ്കിലും ലൈഫിൽ കുറച്ച് പക്വത കാണിക്കും. കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ വ്ലോഗ് ചെയ്യലൊക്കെ ഒന്ന് നിർത്തിവെക്കും. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.